രാജശേഖർ സാറേ, ഈ മാലദ്വീപ് സർക്കാരിന് ഇന്ത്യയോട് എന്താണ് ഇത്ര പ്രശ്നം? അത് ഞാൻ ചോദിക്കാൻ കാരണം, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണ് ഇന്ത്യക്കെതിരെയുള്ള ഓരോ വിമർശനാത്മകമായ നിലപാടുകൾ. വിമർശനാത്മകത എന്ന രീതിയിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല, അപമാനിക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെയും അതുപോലെ ഇന്ത്യയുടെ ഭരണകൂടത്തെയും ഒക്കെ നിരന്തരം വിമർശിക്കുന്നു. മാലദ്വീപ് ഭരണകൂടത്തിൻ്റെ മുൻ സർക്കാരുകൾ ഒന്നും തന്നെ സ്വീകരിക്കാത്ത രീതിയിലുള്ള നിലപാടുകളാണ് മാലദ്വീപിലെ പുതിയ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ മാലദ്വീപിൽ പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം സന്ദർശിക്കുന്ന വിദേശ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ പതിവെല്ലാം തെറ്റിച്ച് ഇത്തവണ മുഹമ്മദ് മുയ്സു സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം മുഹമ്മദ് മുയ്സു സർക്കാരിലെ തന്നെ നിരവധി മന്ത്രിമാർ ഇന്ത്യ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അതിൽ 2-3 പേരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത മന്ത്രിമാരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചൂടേറിയ ചർച്ചയായിരിക്കുന്നത്. അതായത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയെ വിമർശിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ അശോക ചക്രത്തെ അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ട്വീറ്റ് അവർ പങ്കുവയ്ക്കുകയുണ്ടായി. വലിയ വിവാദമായതിനെ തുടർന്ന് അവരത് പിൻവലിച്ചു, തെറ്റ് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും അറിയാതെ അവർ ചെയ്തതല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തം. ഇന്ത്യ ഈ ഇടയ്ക്കാണ് അവർക്ക് ഭക്ഷ്യസാധനങ്ങളൊക്കെ വിതരണം ചെയ്തതും മാലദ്വീപിന്റെ സർക്കാരും പ്രസിഡന്റും ഒക്കെ തന്നെ അതിന് നന്ദി അറിയിച്ചതും. ഇത്രയധികം അപമാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇന്ത്യ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഉള്ളിലെ ഈ ഇന്ത്യ വിരുദ്ധ നിലപാടിന് പിന്നിൽ ആരാണ്? ഇവിടെ 2-3 കാര്യങ്ങളിനകത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാർ എന്നുള്ള കാര്യം തൽക്കാലത്തേക്കൊന്ന് മറന്നു വെക്കുക. ഭാരതം സ്വതന്ത്രമായ അന്നു മുതൽ ഇന്ന് വരെ എല്ലാ അയൽ രാജ്യങ്ങളോടും കഴിയുന്നത്ര നല്ല ബന്ധം ആഗ്രഹിച്ചൊരു രാജ്യമാണ്. ചൈനയോട് പോലും ഹിന്ദി ചീനി ഭായ് ഭായ്. അതുപോലെ ഈ പാകിസ്ഥാൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എത്രയോ തവണ പലപ്പോഴും നമ്മൾ ചെയ്യരുതാത്ത വിട്ടുവീഴ്ചകൾ പോലും ചെയ്ത് നല്ല ബന്ധത്തിന് താല്പര്യം കൊടുത്തിട്ടുണ്ട്. ശ്രീലങ്കയോടും അങ്ങനെ തന്നെ, ബംഗ്ലാദേശിനോടും അങ്ങനെ തന്നെ, എല്ലാ രാജ്യങ്ങളോടും അങ്ങനെയായിരുന്നു. നേപ്പാളാണെങ്കിലും എല്ലാ രാജ്യങ്ങളോടും അങ്ങനെയായിരുന്നു. ഇതിനകത്ത് പക്ഷെ അത് പലപ്പോഴും നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ചു വരുന്നത് അങ്ങോട്ട് കൊടുത്ത പരിഗണനയ്ക്ക് തത്തുല്യമായ പരിഗണനയല്ല തിരിച്ചു വരുന്നത്. അതിന് ചില ഭൂമിശാസ്ത്രപരമായ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം അതിനെ പുറകിൽ നിന്ന് അതിന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം, മാലിദ്വീപിലെ മുഴുവൻ ജനതയും ഒരു പരിധിവരെ ഭൂരിപക്ഷവും ഇതിനോട് യോജിക്കുന്നവരല്ല. നമ്മുടെ കേരളത്തിലുള്ള അല്ലെ ഭാരതത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടല്ലോ, അവർ പോലും ഭാരതത്തിൻ്റെ ദേശീയ പതാകയും ഭാരതത്തിൻ്റെ ആ വന്ദേമാതര സങ്കല്പത്തെയും നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതികൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള മാലദ്വീപിലെ ഒരു ചെറിയ ന്യൂനപക്ഷം, അതിൽ തന്നെ നേരത്തെ അങ്ങ് പറഞ്ഞ 2-3 അതിലൊരു പ്രധാനപ്പെട്ട മന്ത്രി, ഇവരൊക്കെ കാണിക്കുന്നതിനെയും നമ്മൾ വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ പിന്നിലുള്ള ശക്തികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്നവരുമായിട്ട് ഭാരതത്തിനകത്തുള്ളവരുടെ കൂട്ടുകെട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിവരം. അതിന് ഞാനൊരു കാരണം പറയാം. നമ്മുടെ രാമായണത്തിൽ ബാലി എന്നുള്ള കഥാപാത്രം ഉണ്ടല്ലോ, ഈ ബാലിക്കൊരു വലിയ വരദാനം ഉണ്ടായിരുന്നു, അറിയാമായിരിക്കും ഒരു പക്ഷേ. അതായത് ആര് ബാലിയോട് ഒരു ദ്വന്ദ്വത്തിന് പോരാട്ടത്തിന് ചെന്നാലും ആ വ്യക്തിയുടെ ശക്തിയുടെ പകുതിയും കൂടെ ബാലിക്ക് കിട്ടും. ഇത് ബാലിയുടെ ഒരു ഭാഗ്യമായിരുന്നു, വരദാനമായിരുന്നു. അതുകൊണ്ട് ആരോട് യുദ്ധം ചെയ്താലും, ഇപ്പം ഒരാൾക്ക് 10 പോയിന്റ് ശക്തിയുള്ള ഒരാൾ ബാലിയോട് യുദ്ധം ചെയ്യാൻ വരികയാണ്, ബാലിക്ക് 5 പോയിന്റ് ഉള്ളെന്ന് വിചാരിച്ചു. അയാൾ 5 കൂടി ഇപ്പുറത്ത് കിട്ടുമ്പം ബാലിക്ക് 10 പോയിന്റായി, മറ്റേ ആൾക്ക് 5 ഉള്ളൂ. വിജയപരാജയങ്ങൾ സുനിശ്ചിതമാണ്, ശത്രു പരാജയപ്പെടും. ഭാരതത്തിന് ഒരു റിവേഴ്സ് ബാലി എഫക്റ്റാണ് ഉള്ളത്. റിവേഴ്സ് ബാലി എഫക്റ്റ് എന്നാണ് ഞാൻ എന്നെ വിളിക്കുന്നത്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തോട് ആരെങ്കിലും ആക്രമണത്തിന് തയ്യാറായാൽ ആക്രമിക്കാൻ വരുന്നവരുടെ കൂടെ ഇവിടുത്തെ കുറപ്പേനെ കൊടുക്കും. തീർച്ചയായും അത് ചൈന ആക്രമിച്ചാൽ നമുക്കറിയാം, നമ്മുടെ സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കാലം നമുക്കറിയാം. ചൈന ആക്രമിക്കുന്നത് നോക്കിയിരിക്കുക, അങ്ങോട്ട് കൂടെ കൂടാൻ വേണ്ടി. 1959 പോളിറ്റ് ബ്യൂറോ ഒരു മെമ്പർ, ഞാൻ പേര് മറന്നുപോയി, അവിടെ അംബാസഡറെ ചെന്ന് കണ്ട, ചൈനീസ് അംബാസഡറെ ചെന്ന് കണ്ട ശേഷമാണ് യുദ്ധത്തിനുള്ള തുടക്കം ആരംഭിക്കുന്നത്. അതുപോലെ
ആ ചൈന ആക്രമിച്ചാൽ ഡെഫിനറ്റായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ മാർക്സിസ്റ്റുകൾ പ്രത്യേകിച്ചും അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പരിവാർ എന്നൊക്കെ പറയേണ്ടത്. പരിവാർ എന്ന് പറഞ്ഞാൽ CPI, CPM, നക്സല്, കാടൻ നക്സല്, നാടൻ നക്സൽ എല്ലാം ചേർന്നതാണ്. അതുപോലെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ സ്വാഭാവികമായ ഒരു വിഭാഗമുണ്ട് അവിടെ. ആക്രമിക്കാൻ വന്നില്ലെങ്കിലും അധിനിവേശത്തിന്റെ താല്പര്യം ഇംഗ്ലണ്ടോ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ കാണിച്ചാൽ അവിടെ അവർക്ക് പിന്തുണയ്ക്കും ആളുണ്ട്. ഈ ഒരു വിഷയം ഭാരതത്തിന്റെ അടിസ്ഥാന പ്രശ്നമായത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാലിദ്വീപിലെ ചെറിയ ന്യൂനപക്ഷത്തെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അവരുയർത്തുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് മറുപടി കൊടുക്കാതെ അത് കണ്ട് ചിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. മാലിദ്വീപിൽ അങ്ങനെ പറഞ്ഞു, കനഡ അങ്ങനെ പറഞ്ഞു, UK പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭാരതത്തെ കുറ്റപ്പെടുത്താനും ഒറ്റുകൊടുക്കാനും ഇരിക്കുന്നവരുണ്ടല്ലോ. അവരെയാണ് കണ്ടെത്തി അവരെയാണ് ഒറ്റപ്പെടുത്തേണ്ടത്, അവരെയാണ് പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത്. അവിടെയാണ് എൻ്റെ കാരണം. പിന്നെ ആദ്യം പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഭാരതത്തിനെതിരെ ശത്രുരാജ്യമായ ചൈനയും ഭാരതത്തിൻ്റെ മറ്റൊരു ശത്രുരാജ്യമായ പാകിസ്ഥാനും ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ഉള്ളൊരു ബന്ധമുണ്ടല്ലോ. ആ ബന്ധത്തിന് സൃഷ്ടിയായിട്ട് മുസ്ലിം ഭീകരവാദികളും മതമൗലവാദികളും തീവ്രവാദികളും മുസ്ലിം പല വിഭാഗമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ളവരും ചേർന്നുള്ള ഒരു അന്തർദേശീയ കൂട്ടായ്മ തന്നെയുണ്ട്. അത് ഭാരതത്തെ ചെറുക്കാൻ വേണ്ടിയാണ്. അതിന് ചെറുക്കാൻ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ സമയക്കുറവിനെ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇന്ന് ഏതാണ്ട് 2004 ശേഷം 2014 2004 98 ശേഷം ഇവർക്ക് ഒന്നിച്ച് നിന്നെങ്കിലേ ഭാരതത്തെ എതിർക്കാൻ പറ്റുള്ളൂ എന്നുള്ള മുന്നറിയിപ്പ് അവർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുക. 90കളുടെ ആരംഭത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലം കഴിഞ്ഞു. ഭാരതത്തിൽ രാജീവ് ഗാന്ധി പോയി കഴിഞ്ഞപ്പം 89 ഭരണം കഴിഞ്ഞപ്പം ഏകകക്ഷി ഭരണം ഉണ്ടാവില്ല എന്ന് വന്നു. ഇതിന് ഒന്നും വന്ന ശേഷം ആർക്ക് വേണമെങ്കിലും ഏത് വൈദേശിക ശക്തികൾക്ക് വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാവുന്ന അവസ്ഥ വന്നു. പാകിസ്ഥാനെ ശ്രമിച്ചു നോക്കാം, ചൈനയ്ക്ക് ശ്രമിച്ചു നോക്കാം, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നോക്കാം. പക്ഷെ വാജ്പേയി സർക്കാർ വന്നപ്പം 98 2004 കാലഘട്ടത്തോടുകൂടി മനസ്സിലായി അതിനി നടക്കുകയില്ലെന്ന്. ആ സാഹചര്യത്തിലാണ് വാജ്പേയി സർക്കാരിനെ താഴെയിറങ്ങാൻ ശ്രമിച്ചതിന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ കൂട്ടായ സഹായം കിട്ടി. നമ്മൾ ഓർക്കണം, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ അങ്ങോട്ട് പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അപേക്ഷ എഴുതി കൊടുത്ത അത് ഒപ്പിട്ടവരുടെ കൂട്ടത്തിൽ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അന്തർദേശീയ ശക്തികളെ കൂട്ടായ്മയെ ഭാരതവിരുദ്ധ അന്തർദേശീയ ശക്തികളുടെ കൂട്ടായ്മയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ഏതാണ്ട് 2004 ശേഷം ഭാരതത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം, ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ, അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ക്രിസ്ത്യൻ മതമൗലികവാദികളും മുസ്ലിം മതമൗലികവാദികളും എല്ലാവരും ഉൾപ്പെടുന്ന വിഭാഗം തുടങ്ങി വച്ചിരിക്കുകയാണ്. അതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് മാലിദ്വീപിലാണെങ്കിലും ശ്രീലങ്കയിലും ചിലരുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിലും ഉണ്ടല്ലോ, നേപ്പാളിലുമുണ്ട്, എല്ലായിടത്തും ആ പ്രശ്നമുണ്ട്. പക്ഷേ ആ പ്രശ്നമൊന്നും വലിയ വിഷയമാകത്തില്ല. കാരണം 2014 തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ മോദി അന്ന് എല്ലാ അയൽരാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു, എല്ലാവരെയും വിളിച്ചു സത്യപ്രതിജ്ഞയ്ക്ക്. അന്നൊരു കാര്യം പറഞ്ഞു, നമുക്ക് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് പട്ടിണിക്കെതിരെ പോരാടുന്നതിന് ഒന്നിച്ച് നിൽക്കാം എന്ന് മോദി എന്നൊരു സന്ദേശം കൊടുത്തതാണ്. അതുപോലെ തന്നെ പിന്നീട് കോവിഡിൻ്റെ കാലം വന്നു. ചോദിച്ചവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഭാരതം ചെയ്തു. ഞാൻ ആ ചോദ്യത്തിലേക്കാണ് സാറിന് വരുന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. നമ്മുടെ അയൽവക്കത്തെ ഒരു രാജ്യം ഏറ്റവും അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ ഇന്ത്യ അവർക്ക് സഹായഹസ്തമായിട്ട് വന്നിട്ടുണ്ട്.
അതേപോലെ ശ്രീലങ്കയാണെങ്കിലും ശരി, മാലിദ്വീപ് ആണെങ്കിലും ശരി, ഒക്കെ തന്നെ നേപ്പാളിലാണെങ്കിലും ഒക്കെ തന്നെ സഹായിക്കാൻ പറ്റുന്ന സമയത്തെല്ലാം ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. പുതിയ ഇന്ത്യയുടെ നയം തന്നെ അത് തന്നെയാണ്. അതേ സമയത്ത് ഇപ്പോൾ ശ്രീലങ്ക നമുക്കറിയാം, ചൈന മാലിദ്വീപ് പോലെ തന്നെ ചൈന തൻ്റെ കൈപ്പിടിയിലാക്കാൻ നോക്കിയ ഒരു രാജ്യമാണ് ശ്രീലങ്ക. അതേ ശ്രീലങ്ക കടക്കണിയിൽ വീണപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർക്ക് കിട്ടിയ സഹായം വളരെ വലുതായിരുന്നു. അത് അവരുടെ ഇപ്പോഴത്തെ സർക്കാർ തന്നെ പറയാറുണ്ട്. മാലിദ്വീപിലും സമാന അവസ്ഥ തന്നെയായിരുന്നു, സൈനികപരമായിട്ടും. അതെ അതെ, അത്തരത്തിൽ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ഇത്രയും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇത്രയധികം പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും ഇപ്പോഴും അവരെ ഭക്ഷ്യധാന്യ സപ്ലൈ ഒക്കെ നടത്തി അവരെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്ത്യ ഇത്രയും മാതൃകാപരമായ ഒരു നയം സ്വീകരിക്കുമ്പോഴും ചൈനയുടെയോ ഒക്കെ പിന്തുണയോടെ ആകാം മാലിദ്വീപ് സർക്കാർ ഇത്തരം ഒരു നയം എടുക്കുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ നിലപാട് മറ്റൊന്നാണ്. ഈ ജനങ്ങളുടെ ഇന്ത്യയോടുള്ള അനുഭാവപൂർണ്ണമായ നിലപാടിനെ മറികടന്ന് ഒരു സർക്കാരിന് എത്രത്തോളം ചൈന അനുകൂല നിലപാട് ഇനിയും മുന്നോട്ട് സ്വീകരിക്കാൻ സാധിക്കും? ഇത് ഞാൻ പറയാൻ കാരണം, ഇത് മാലിദ്വീപിനോടൊപ്പം തന്നെ കേരളത്തിലെ പിണറായി സർക്കാരിനും എവിടെയൊക്കെയോ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ചില പോയിന്റുകളായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങ് പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷെ ഇവിടെയൊക്കെ ഒരു സംഗതി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അവിടെ രാജ്യത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷം ഇപ്പോഴും ഈ പറയുന്ന ന്യൂനപക്ഷത്തിനൊപ്പമാണ് നമ്മൾ ചിന്തിക്കേണ്ട. അതല്ലെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ജനങ്ങളുടെ പിന്തുണ ഇവർക്കുണ്ടെന്ന് കരുതണ്ട. ഇനി ഉണ്ടെങ്കിൽ തന്നെയെന്ന് വിചാരിച്ചുള്ളൂ. എങ്കിലും ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യവും ശൈലിയൊക്കെ തന്നെയാണ്. അവിടെ സഹായിക്കുന്നത് അവിടുത്തെ ഭരണകൂടത്തെ അല്ല സഹായിച്ചത്, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരെ സഹായിച്ചത്. അന്നം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത, വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ്റെ സഹായം എത്തിക്കുമ്പം ഇവന്റെ ഭരണകൂടം നമ്മളോട് എന്ത് ചെയ്തു അന്വേഷിക്കാൻ പോകാതിരിക്കുന്ന രീതിയാണ്. നമ്മൾ ചൈനയല്ല. ചൈനയാണെ അങ്ങനെ ചെയ്യത്തില്ല, പാകിസ്ഥാനാണെങ്കിലും ചെയ്യത്തില്ല. പക്ഷെ ഭാരതത്തിൻ്റെ പാരമ്പര്യം, അത് ഗാന്ധിജി പറഞ്ഞതാണെങ്കിലും സവർക്കർ പറഞ്ഞതാണെങ്കിലും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഒക്കെ ഫോളോ ചെയ്താണെങ്കിലും ആ അടിസ്ഥാന ഭാവമുണ്ടല്ലോ, മറ്റു രാജ്യങ്ങളോട് സഹകരിച്ചു പോവുക, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ആ ലോകാസമസ്ത സുഖിനമാവുന്ന കൺസെപ്റ്റ്, അത് ഭാരതം കൈവിടാതെ പോകുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ സന്ദേശമാണ് നരേന്ദ്രമോദി ആദ്യം അമേരിക്കൻ കോൺഗ്രസിൽ പ്രസംഗിക്കുമ്പം ആ പ്രസംഗം അവസാനിപ്പിച്ചൊരു വാചകമുണ്ട്. കൃത്യമായ വാചകം ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ ആശയം ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ഗാനമേളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു, വാച്ച് വിറ്റ്മാൻ്റെ ആണെന്നാണ് തോന്നുന്നത്, എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഓരോ ഉപകരണങ്ങളും അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ അതിൻ്റെ ക്ഷമത ഉറപ്പുവരുത്തി കഴിഞ്ഞു. സംഗീത സദ്യ തുടങ്ങാറായി. ആ സംഗീത സദ്യയ്ക്ക് വേണ്ടി ഞാൻ പുതിയൊരു സംഗീതം കൂടി തരുന്നു. അദ്ദേഹം പറഞ്ഞത്, ലോകത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട്, നെഹ്റുവിൻ്റെ കാലത്തും ഇന്ത്യയുടെ കാലത്തും ഒക്കെ അമേരിക്ക ഒരിക്കലും നമുക്കൊരു സഖ്യരാജ്യമായിരുന്നില്ല, തന്ത്രങ്ങളിൽ പോലും ലോകരാജ്യങ്ങളുണ്ട്, അതെല്ലാം മറന്നു വെച്ചിട്ട് മോദി അവിടെ കയറുന്നതിന് വിസ കൊടുക്കായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതുമെല്ലാം മറന്നിട്ട് ലോകത്തിന് പുതിയൊരു കാലക്രമം ഉണ്ടാകാൻ വേണ്ടി, ഒരു പുതിയ മാറ്റം സംഭവിക്കാൻ വേണ്ടി, we will move together, we will fight together, we will see that the last man in the queue is taken care of. ആ ഒരു മെസ്സേജ് മോദി കൊടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഭാരതം G20 ഒക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ആ സൗത്ത് ആഫ്രിക്കയും മറ്റുമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളെയും മറ്റുമൊക്കെ ഈ കൂട്ടത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായത്. അതുകൊണ്ടാണ് ഭാരതത്തെ ലോകം അംഗീകരിക്കുന്നത്. ഈ അംഗീകരിക്കുന്നത് പറയുമ്പോൾ തന്നെ പല ലോകരാജ്യങ്ങളും നേരെ നോക്കി മുഖത്ത് നോക്കി അംഗീകരിക്കുന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിലിരിക്കുന്നതിനെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പോലും അന്ന് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച പലരും രഹസ്യമായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്, കിസിഞ്ചറിൻ്റെയും മറ്റേ ഒക്കെ കാലത്ത് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഇന്ന് അവരുടെ രഹസ്യരേഖകൾ പുറത്തു വന്ന വ്യക്തമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിനെയൊക്കെ ഒരു പരിധിക്കപ്പുറം വലിയ പ്രാധാന്യം കാണേണ്ട കാര്യമൊന്നുമില്ല. ആകെപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം, അത് കണ്ടിട്ട് ഞെളിയുന്ന, പുറത്തുനിന്ന് ഞങ്ങൾക്ക് എല്ലാം അനുകൂലമായ സാഹചര്യം വന്നിരിക്കുന്നു, അകത്ത് വീണ്ടും വീണ്ടും തീ കൊടുക്കുന്ന പണി തുടരാമെന്ന് ആഗ്രഹിക്കുന്നവരെ, അവരെ നമ്മൾ ശ്രദ്ധിക്കണം, അവരെ തിരുത്തണം. അവർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവരെ ഒതുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.